മനീഷ്, അവിടെ എങ്ങനെയായിരുന്നു വിധി ദിനം? അതായത് നമ്മൾ വോട്ട് ചെയ്യുന്ന ദിവസം കൂടുതൽ പോളിംഗ് നടന്നു, പൊതുവെ ആൾക്കാർ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോയോ? എന്തൊക്കെയാണ് കൊല്ലത്തു നിന്നുള്ള വിവരങ്ങൾ? പത്തനംതിട്ട കഴിഞ്ഞാൽ കുറവ് പോളിംഗ് ശതമാനമുള്ളത് കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിൽ ഒരു കണക്കെടുത്താൽ കഴിഞ്ഞ, അതായത് 2020 കൊല്ലം ജില്ലയിൽ 69.2 രേഖപ്പെടുത്തിയത്. ക്ഷമിക്കണം, 73.51 രേഖപ്പെടുത്തിയത്. പക്ഷേ ഇതുവരെ ഇപ്പോഴുള്ള കണക്കനുസരിച്ച് 69.2 അത് കുറവാണ്. പക്ഷേ ഇനിയും പൂർണ്ണമായ കണക്കുകൾ ഏകദേശം 8 മണിക്ക് ശേഷം മാത്രമേ ലഭ്യമാവുകയുള്ളൂ. 6 മണിക്ക് ഇത് നിർത്തുന്ന സമയത്ത്, അതായത് പോളിംഗ് നിർത്തുന്ന സമയത്തുള്ള കണക്കാണ്. പിന്നീട് മറ്റ് സാങ്കേതിക തടസ്സങ്ങളും പിന്നീട് ഈ ടോക്കൺ നിന്ന് ആളുകൾ വോട്ട് ചെയ്തടക്കമുള്ള കണക്കുകൾ വരാനുണ്ട്. അങ്ങനെ ആകുമ്പോൾ കഴിഞ്ഞ തവണ 2020 അടുത്ത് നിൽക്കുന്ന ഏകദേശം 73% അല്ലെങ്കിൽ 75% താഴെ മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ചും ഒരു ഗ്രാഫ് എടുക്കുകയാണെങ്കിൽ ഗ്രാമങ്ങളിലാണ്, നഗരത്തിനേക്കാൾ കൂടുതൽ ഗ്രാമങ്ങളിലാണ്. കോർപ്പറേഷനിൽ താരതമ്യേന കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ടിംഗ് ശതമാനം കോർപ്പറേഷനിൽ കുറവാണ്. കാരണം നഗരത്തിൽ കുറവും ഗ്രാമപ്രദേശങ്ങളിൽ കൂടിയ പോളിംഗുമാണ്. ഇന്ന് ഉച്ചവരെയുള്ള കണക്കെടുക്കുമ്പോൾ മാത്രമായിരുന്നു നഗരത്തിലുണ്ട്. ഉച്ചയ്ക്ക് ശേഷം നഗരങ്ങളിൽ വലിയ കുറവ് കാണുന്നുണ്ട്. ഒപ്പം തന്നെ പ്രധാനപ്പെട്ട ചില സംഭവങ്ങൾ കൊല്ലത്തുന്നുണ്ടായത്. പ്രധാനമായി 8 ഇടങ്ങളിൽ ഈ കള്ളവോട്ട് ആരോപണം ഉണ്ടായി. പക്ഷേ കള്ളവോട്ട് ആരോപണങ്ങളിൽ കള്ളവോട്ട് എവിടെ രേഖപ്പെടുത്തിയില്ല എന്ന് പ്രിസൈഡിംഗ് ഓഫീസർ പിന്നീട് വ്യക്തമാക്കി. പക്ഷേ അതിലൊക്കെ തന്നെ കേസെടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ 6 ഇടങ്ങളിൽ സാങ്കേതിക പ്രശ്നം മൂലം, വിവിപാറ്റ് മെഷീൻ അടക്കമുള്ള സാങ്കേതിക പ്രശ്നം മൂലം കുറേ അധികം സമയം തടസ്സപ്പെട്ടു. പിന്നീട് അത് പരിഹരിച്ചു പോയിട്ടുണ്ട്. പ്രത്യേകിച്ചും 1 ഡസനോളം നേതാക്കളുള്ള പ്രധാനപ്പെട്ട ജില്ലയാണ് KN ബാലഗോപാൽ, അതേപോലെ തന്നെ M മുകേഷ് MLA, NK പ്രേമചന്ദ്രൻ അടക്കമുള്ള പ്രധാനപ്പെട്ട, ഗണേഷ് കുമാർ അടക്കമുള്ള പ്രധാനപ്പെട്ട മന്ത്രി അടക്കമുള്ള നേതാക്കളുള്ള ജില്ലയാണ്. അവരൊക്കെ തന്നെ രാവിലെ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ അവരുടെ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണെങ്കിലും കൊല്ലം ജില്ലയിൽ പൊതുവെ സമാധാന അന്തരീക്ഷമാണ്. നമുക്ക് അടുത്ത മിനിറ്റുകളിൽ ഏകദേശം മൊത്ത കണക്കുകൾ എത്രത്തോളം വരും, അത് ഏകദേശം 73% മൊത്തം കണക്ക്. കൊല്ലം കോർപ്പറേഷനിലെ കണക്കെടുക്കുകയാണെങ്കിൽ കൊല്ലം കോർപ്പറേഷനിൽ ഇതുവരെയുള്ള കണക്ക് 72% SK. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.